ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് സ്ക്രഞ്ചീസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫാബ്രിക്, എലാസ്റ്റിക്, ഒരു സേഫ്റ്റി പിൻ, ത്രെഡ്, സിസർ. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്യേണ്ടത് 22/4 ഇഞ്ചസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീതി കുറവായിട്ടാണ് വേണമെങ്കിൽ നിങ്ങളൊരു 3 ഇഞ്ചസിൻ്റെ ഒരു വീതി എടുക്കുക. എനിക്കിപ്പോൾ കുറച്ചും കൂടെ വീതി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനൊരു 4 ഇഞ്ചസിൻ്റെ വീതി എടുത്തേക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 22 തന്നെയാണ്. ഇനി നമ്മളുടെ ഫാബ്രിക് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈക്വലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 2 ഓപ്പണൻസിൻ്റെ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് മാത്രം എടുത്തിട്ട് ഇത് ഇത്ര നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഫ്രണ്ടിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇറക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തയ്ച്ചതിന് ശേഷം ഈ ഒരു ഫോൾഡിലേക്ക് നമ്മൾ പിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഫുള്ള് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കാൻ പോവുകയാണ്. കംപ്ലീറ്റ് ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. നല്ല രീതിക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാത്ത പോർഷൻ ഉണ്ടല്ലോ, 1.5 ഇഞ്ച്, അത് 2 സൈഡിലെയും ഒരുപോലെ ആക്കുക. അത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് രണ്ടും റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വെച്ചിട്ട് റോങ് സൈഡിൽ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ റൈറ്റ് സൈഡും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് വിട്ടേക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ രണ്ടും ഒരേപോലെ ആക്കി വെച്ചിട്ട്, ഓക്കെ, റോങ് സൈഡാണിത്, റോങ് സൈഡ് രണ്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് റോങ് സൈഡിൽ 1/4 ഇഞ്ചിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഈ റോങ് സൈഡായിട്ടുള്ള പോർഷന് നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്കിനി വേണ്ടുന്നത് ഒരു എലാസ്റ്റിക് ആണ്. ഇതിൻ്റെ സൈസ് 9 ഇഞ്ചസ് ആണ്. ഓക്കെ, ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കണം. ഉള്ളിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. രണ്ടെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ റിമൂവ് ചെയ്തിട്ട് ഇത് നല്ല രീതിക്ക് നോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ സ്ക്രഞ്ചീസ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം. നോട്ട് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ പോർഷൻ കട്ട് ചെയ്യുകയാണ്. ഇനി ഓപ്പൺ എൻഡ് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കണ്ടില്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ക്രഞ്ചീസ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.